ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ എല്ലാവർക്കും പേടിയായിരിക്കും. ക്രിയാറ്റിൻ കഴിച്ചാൽ ക്രിയാറ്റിനിൻ കൂടി പോവോ, കിഡ്നി അടിച്ചു പോവോ, കുറേ വെള്ളം കുടിക്കേണ്ടി വരുമോ, ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളാണ് ക്രിയാറ്റിനെ കുറിച്ച് അധികം ആൾക്കാർക്കും ഉണ്ടാകാറ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഹൈലി ഇഫക്റ്റീവ് ആയിട്ടുള്ളതും അതേസമയം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ എന്ന് പറയുന്നത്. ക്രിയാറ്റിൻ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചില കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ വെൽക്കം ബാക്ക് ടു ഡോ ഫുഡ്. നമുക്ക് തുടങ്ങാം. ക്രിയാറ്റിൻ എന്താണെന്നും ക്രിയാറ്റിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് സേഫ് ആണോ, ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഇതെല്ലാം വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ ആ വീഡിയോനെ ആസ്പദമാക്കിയിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ആ വീഡിയോ ഒന്ന് കാണുക. എന്നിരുന്നാലും ക്രിയാറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ക്രിയാറ്റിൻ എന്ന് പറയുന്ന മോളിക്യൂൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നതുകൊണ്ട്, അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ക്രിയാറ്റിൻ കിട്ടും. ഈ ക്രിയാറ്റിൻ മസിലിൽ എത്തിക്കഴിഞ്ഞാൽ ഫോസ്ഫോ ക്രിയാറ്റിൻ ആയിട്ടാണ് മാറുന്നത്. ഇനി ഫോസ്ഫോ ക്രിയാറ്റിൻ എന്നുള്ള പേരിന്റെ കാരണം പോലും അതിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റ് ചെയിൻ കാരണമാണ്. ഈ ക്രിയാറ്റിനിൽ നിന്നും ഒരു ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ATP ഉണ്ടാക്കാൻ സാധിക്കും. ATP എന്ന് പറയുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എനർജി കറൻസിയാണ്. നമ്മളുടെ ബോഡിയിലുള്ള ഏതൊരു സെല്ല് നോക്കിക്കഴിഞ്ഞാലും അതിന് പ്രവർത്തിക്കാനുള്ള എനർജി ATP ബേൺ ചെയ്യുന്നത് വഴിയാണ് കിട്ടുന്നത്. ATPയിൽ 3 ഫോസ്ഫേറ്റ് ചെയിൻ ഉണ്ടാവും. അതിൽ ഓരോ ഫോസ്ഫേറ്റ് ബോണ്ടും ബ്രേക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള എനർജി ഉണ്ടാവുന്നത്. ഇനി നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തും അല്ലാത്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന സമയത്തൊക്കെ മസിലിൽ കൺട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. ആ മസിൽ റിലാക്സും ചെയ്യും. പക്ഷേ മസിലിന് പ്രവർത്തിക്കാനും ATP വേണം. ക്രിയാറ്റിൻ കഴിക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ADP അതായത് അഡിനോസിൻ ഡൈഫോസ്ഫേറ്റിൽ നിന്നും ATP അതായത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ഉണ്ടാക്കാനുള്ള എക്സ്ട്രാ ഒരു ഫോസ്ഫേറ്റ് ചെയിന് ഫോസ്ഫോ ക്രിയാറ്റിനിൽ നിന്നും കിട്ടും. നമ്മൾ കഴിക്കുന്ന ക്രിയാറ്റിൻ ആണെങ്കിലും നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ക്രിയാറ്റിൻ ആണെങ്കിലും മസിലിൽ എത്തിക്കഴിഞ്ഞാൽ ഫോസ്ഫോ ക്രിയാറ്റിൻ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ക്രിയാറ്റിൻ്റെ സ്റ്റോർസ് മസിലിൽ കൂടുതലായി ഉള്ളവർക്ക് കൂടുതൽ ATP ഉണ്ടാവും. കൂടുതൽ ATP ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടുതൽ എനർജി ഉണ്ടാവും. അവർക്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാം, കൂടുതൽ റെപ്പറ്റീഷൻസ് വെയിറ്റ് എടുക്കാം. എയറോബിക് എക്സസൈസസ് ആണെങ്കിൽ കൂടുതൽ സമയം എയറോബിക് എക്സസൈസ് ചെയ്യാം. കാരണം അത്രയും ATP ബേൺ ചെയ്യാൻ അവൈലബിൾ ആണ്. കൂടുതൽ എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടും കൂടുതൽ വെയിറ്റ് എടുക്കാൻ പറ്റുന്നതുകൊണ്ടും നമ്മളുടെ എൻഡ്യൂറൻസ് ലെവൽ കൂടുന്നതുകൊണ്ട് തന്നെ മസിൽ ഗ്രോത്തും ഉണ്ടാവുന്നുണ്ട്. ക്രിയാറ്റിൻ വർക്ക് ചെയ്യുന്നത് വേ പ്രോട്ടീൻ പോലെയോ പ്രോട്ടീൻ സപ്ലിമെന്റ്സോ പോലെയല്ല. ഇനി അടുത്ത ചോദ്യം, ക്രിയാറ്റിൻ സേഫ് ആണോ ഇഫക്റ്റീവ് ആണോ എന്നാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റാൻഡമൈസ്ഡ് ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. എല്ലാ സ്റ്റഡീസിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളത് ക്രിയാറ്റിൻ സേഫ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് ആണെന്നാണ്. പക്ഷേ ഇവിടെയും കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഒരു ദിവസം 3 ഗ്രാം മുതൽ 5 ഗ്രാം വരെ ക്രിയാറ്റിൻ ഡെയിലി കഴിക്കാവുന്നതാണ്. പോരാത്തതിന് ക്രിയാറ്റിൻ വേ പ്രോട്ടീനൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻഎക്സ്പെൻസീവ് ആണ്. 100 ഗ്രാമിന് വെറും 500 റുപ്പീസിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് 3 ഗ്രാം വെച്ച് കഴിക്കുകയാണെങ്കിൽ 100 ഗ്രാമിൻ്റെ താഴെ മതി. 5 ഗ്രാം വെച്ചാണ് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുന്നതെങ്കിൽ 150 ഗ്രാംസ് മതി ഒരു മാസത്തേക്ക്. വേ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, മറ്റ് പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ക്രിയാറ്റിൻ വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്, അഫോർഡബിൾ ആണ്, പോരാത്തതിന് ഇഫക്റ്റീവും ആണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതും ഞാൻ മുമ്പേ യൂസ് ചെയ്തിട്ടുള്ള ചില ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സിൻ്റെ ബ്രാൻഡ്, അതിൻ്റെ ലിങ്ക് ഞാൻ ലൈക്ക് ബട്ടൻ്റെ താഴെ ഷെയർ ചെയ്യാം. നിങ്ങൾക്കും ഡെഫിനറ്റ്ലി ക്രിയാറ്റിൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം, ക്രിയാറ്റിനും വെള്ളവും തമ്മിൽ എന്താണ് ബന്ധം? ക്രിയാറ്റിൻ കഴിക്കുന്നവർ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരുമോ ഇല്ലേ? ഇത് നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു അഡ്വൈസ് ആയിരിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഓസ്മോലൈറ്റ് ആണ്. ക്രിയാറ്റിൻ മെയിൻലി പ്രവർത്തിക്കുന്നത് ഫോസ്ഫോ ക്രിയാറ്റിൻ്റെ രൂപത്തിലാണ്, മസിലിൻ്റെ അകത്താണെന്നുള്ളത് നമ്മൾ നേരത്തെ മനസ്സിലാക്കി. ഇതൊരു ഓസ്മോലൈറ്റ് ആയതുകൊണ്ട് തന്നെ വെള്ളത്തിനെ, മസിൽ സെൽസിൻ്റെ പുറത്ത് കിടക്കുന്ന വെള്ളത്തിനെ മസിലിൻ്റെ അകത്തേക്ക് എത്തിക്കാനുള്ള കഴിവും ക്രിയാറ്റിനുണ്ട്. അപ്പോൾ ക്രിയാറ്റിൻ്റെ അളവ് മസിൽ സെൽസിൻ്റെ അകത്ത് കൂടുതലുള്ളവർക്ക് മസിൽ സെൽസിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അളവും കൂടുതലുണ്ടാവും. അതായത് മസിൽസ് കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിരിക്കും. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും. നല്ല രീതിയിൽ ഹൈഡ്രേറ്റഡ് ആയി നിൽക്കുന്ന സെല്ലിന് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം ഒരു സെല്ലിൻ്റെ അകത്ത് പലതരത്തിലുള്ള ബയോകെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. അതിന് വെള്ളം അത്യാവശ്യമാണ്. മറ്റൊരു കാര്യം അധികം ആൾക്കാർക്കും അറിയാത്തത്, നമ്മളുടെ മസിലിലെ 70% വെള്ളം തന്നെയാണ്. ക്രിയാറ്റിൻ കഴിക്കുന്നവർക്ക് മസിലിലേക്ക് എത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടും, മസിൽ കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആവും, നമ്മളുടെ വാട്ടർ വെയിറ്റും കൂടും, അതായത് നമ്മളുടെ ബോഡി വെയിറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മസിൽ മാസ് കൂട്ടാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിലും ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള മസിൽ ലോസ് അത് പ്രിവെൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ക്രിയാറ്റിൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ്ലിയും ഇൻഡയറക്റ്റ്ലിയും 2 രീതിയിലും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ കുടിക്കുന്നത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. നിങ്ങൾ സാധാരണ എത്ര വെള്ളമാണ് കുടിക്കുന്നത് അതിനേക്കാളും എക്സ്ട്രാ 1 ലിറ്റർ വെള്ളം കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ക്രിയാറ്റിൻ കഴിക്കുന്ന സമയത്ത് വെള്ളം കൂടുതൽ കഴിക്കാൻ ഒട്ടുമിക്ക ആൾക്കാരും നിങ്ങളടുത്ത് വെള്ളം കൂടുതൽ കുടിക്കാൻ പറയുന്നത്
കിഡ്നി ഫംഗ്ഷൻ നിലനിർത്താൻ വേണ്ടിയും കൂടിയാണ്. കാരണം നിങ്ങൾ ക്രിയാറ്റിൻ കഴിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ക്രിയാറ്റിനിൻ അതിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാം. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റീനൽ ഫംഗ്ഷൻ, അതായത് കിഡ്നീൻ്റെ ഫംഗ്ഷൻ നോക്കുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റാണ്. ഒരു തരത്തിലുള്ള മാർക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളൊരു കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിറം ക്രിയാറ്റിനിൻ അതിൻ്റെ കൂടെ ചെയ്യാറുണ്ട്. ക്രിയാറ്റിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റും ക്രിയാറ്റിൻ എന്ന് പറയുന്ന ബയോകെമിക്കൽ മാർക്കറും രണ്ടും വേറെ വേറെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടിൻ്റെയും സ്പെല്ലിങ്ങിൽ സിമിലാരിറ്റി ഉണ്ടെങ്കിലും രണ്ടും വേറെ വേറെ സാധനങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ക്രിയാറ്റിൻ കഴിച്ചിട്ട് ക്രിയാറ്റിനിൻ്റെ വാല്യൂ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കിഡ്നി ഫംഗ്ഷൻ കുറയുന്നു എന്നല്ല. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് കിഡ്നി ഫംഗ്ഷൻ്റെ ഒരു മാർക്കറാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ കോസേഷനും കോറിലേഷനും തമ്മിലുള്ള വ്യത്യാസം കൂടി മനസ്സിലാക്കണം. കോസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുന്ന ക്രിയാറ്റിൻ കാരണം കിഡ്നി ഡാമേജ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ക്രിയാറ്റിൻ ഡയറക്റ്റ്ലി കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കോസേഷനാണ്, ഒരു കോസാണ്. പക്ഷേ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കഴിക്കുന്ന ക്രിയാറ്റിൻ കാരണം ക്രിയാറ്റിനിൻ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിഡ്നി ഡാമേജ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ മറ്റു തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാം. അതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്ന ടെസ്റ്റ്. നിങ്ങളുടെ 24 അവർ യൂറിൻ കളക്ട് ചെയ്ത് വെച്ചിട്ട് അതിൽ എത്ര പ്രോട്ടീൻ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാം. ആ 24 അവർ യൂറിൻ സാമ്പിളിൽ എത്ര പ്രോട്ടീൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. സ്പോട്ട് യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്യാം. ഈ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. അൾട്രാസൗണ്ട് അബ്ഡോമൻ ചെയ്യാം. പലതരത്തിലുള്ള ടെസ്റ്റുകൾ നമുക്ക് വീണ്ടും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യണോ വേണ്ടേ എന്നുള്ള തീരുമാനം നിങ്ങളുടെ ഡോക്ടറിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. ക്രിയാറ്റിൻ കഴിച്ചുകൊണ്ട് ക്രിയാറ്റിനിൻ കൂടിയത് കാരണം കിഡ്നി ഡാമേജ് ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. കാരണം കോസേഷനും കോറിലേഷനും രണ്ടും വേറെ വേറെ കാര്യങ്ങളാണ്. നിങ്ങൾ EGFR എന്ന് പറഞ്ഞ ടെസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. EGFR എന്ന് പറഞ്ഞാൽ വെറും എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ് ആണ്. ആ ടെസ്റ്റിൽ നോക്കുന്നത് ക്രിയാറ്റിനിൻ്റെ വാല്യൂ നോക്കും, ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റാറ്റിൻ സീൻ്റെ വാല്യൂ നോക്കും, നിങ്ങളുടെ ബോഡി വെയ്റ്റും നിങ്ങളുടെ ഏജ് ഇതൊക്കെ മാറുന്നതിനനുസരിച്ച് തന്നെ നിങ്ങളുടെ EGFR വാല്യൂ മാറും. നിങ്ങളുടെ EGFR ചെറുതായി 90-ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കിഡ്നി ഡാമേജ് ഉണ്ടെന്നല്ല. നമ്മൾ ഒരാളുടെ കിഡ്നി ഫംഗ്ഷൻ നോക്കുമ്പോൾ അവരുടെ കംപ്ലീറ്റ് ഫിസിക്കൽ എക്സാമിനേഷനും അവർ എക്സസൈസ് എത്രത്തോളം ചെയ്യുന്നുണ്ട്, എത്രത്തോളം സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട്, അവരുടെ ഡയറ്റ് എത്രയാണ്, പ്രോട്ടീൻ എത്ര കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ പല കാര്യങ്ങൾ നോക്കുന്നുണ്ട്. കോറിലേഷനും കോസേഷനും നിങ്ങൾക്ക് മനസ്സിലാവാൻ ഞാൻ വേറൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ രക്തത്തിൽ ക്രിയാറ്റിനിൻ്റെ വാല്യൂ കൂടി നിൽക്കും. അതായത് കിഡ്നി ഡാമേജ് കാരണം ക്രിയാറ്റിനിൻ കൂടി നിൽക്കാം, കാരണം ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഒരു മാർക്കറാണ്. പക്ഷേ നേരെ തിരിച്ച് ക്രിയാറ്റിനിൻ കൂടി നിൽക്കുന്ന എല്ലാവർക്കും കിഡ്നി ഡാമേജ് ഉണ്ടാവണമെന്നില്ല. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഓൾറെഡി ലിവർ ഡാമേജ് ഉണ്ട്, നിങ്ങൾ ആൽക്കഹോളിക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലിവർ സിറോസിസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിവർ എൻസൈംസ് SGPT, SGOT ഇതൊക്കെ കൂടി നിൽക്കാം. കാരണം SGPT, SGOT എന്നൊക്കെ പറയുന്നത് ലിവറിൻ്റെ മാർക്കേഴ്സാണ്. അത് നേരെ തിരിഞ്ഞ് SGOT, SGPT കൂടി നിന്നത് കാരണം ലിവർ ഡാമേജ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്, ലിവറിൻ്റെ ഫംഗ്ഷൻ കുറഞ്ഞിട്ടുണ്ട് എന്നല്ല. ഈ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിക്കാനും സാധിക്കുകയുള്ളൂ, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് പക്ഷേ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഓൾറെഡി കിഡ്നി ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു CKD പേഷ്യൻ്റ് ആണെങ്കിൽ, നിങ്ങളുടെ സോഡിയത്തിനും പൊട്ടാഷ്യത്തിനും ലെവൽസൊക്കെ വ്യത്യാസമുണ്ട്, നിങ്ങൾക്ക് 10 വർഷത്തിൽ കൂടുതൽ പ്രമേഹമോ ഹൈ ബ്ലഡ് പ്രഷറോ ഉണ്ട്, നിങ്ങൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നെഫ്രോളജിസ്റ്റിനെ ഒന്ന് കാണുക. അവരുടെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനം എടുത്താൽ മതി. ബാക്കി എല്ലാവർക്കും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് 3 മാസമോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ചില തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പ്രധാനമായിട്ടും സിസ്റ്റാറ്റിൻ C അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. കൂടുതൽ ടെസ്റ്റുകൾ വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊരു ചോദ്യം, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഹെയർ ലോസ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു സ്റ്റഡിയിൽ മാത്രമാണ് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നമ്മൾ ഓറലി കഴിച്ചു കഴിഞ്ഞാൽ ഡൈഹൈഡ്രോ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ കൂടുന്നതായിട്ടും അങ്ങനെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ലെവൽ ചെറുതായി കൂടുന്നത് കാരണം ഹെയർ ലോസ് ഉണ്ടാവാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറ്റു പലതരത്തിലുള്ള സ്റ്റഡീസിലും ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നതുകൊണ്ട് കാരണം മാത്രം ഹെയർ ലോസ് ഉണ്ടാവുമെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനി അടുത്ത ചോദ്യം, ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിങ്ങൾ വെയ്റ്റ്സ് എടുക്കുന്ന ദിവസം, എക്സസൈസ് ചെയ്യുന്ന ദിവസം മാത്രം കഴിച്ചാൽ മതിയോ? എക്സസൈസ് ചെയ്യാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് ചെയ്യുന്ന ദിവസങ്ങളിൽ എടുത്തതിനെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിൻ്റെ ഉത്തരം ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാൻ സാധിക്കും. അത് എയറോബിക് ആണെന്നുണ്ടെങ്കിലും വെയ്റ്റ് ലിഫ്റ്റിംഗ് പോലത്തെ എക്സസൈസസ് ആണെങ്കിലും കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ എനർജി ലെവൽ കൂടും. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നതെന്ന് പറയുന്നത്. മസിൽ കൺട്രാക്ഷൻ കൂടുന്നു, ഹൈപ്പർട്രോഫി ഉണ്ടാവുന്നു മാത്രമല്ല കോഗ്നിറ്റീവ് പവർ കൂടാവുന്നു, മസിൽ ലോസ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു, പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ ദിവസവും ക്രിയാറ്റിൻ കഴിക്കണോ വേണ്ടതെന്ന് നോക്കുന്ന സ്റ്റഡീസിലൊക്കെ പറയുന്നത്
ക്രിയാറ്റിൻ എല്ലാ ദിവസവും കഴിച്ചാലും ബെനിഫിറ്റ് ഉണ്ട്, ആഴ്ചയിൽ 5 ദിവസം കഴിച്ചാലും ബെനിഫിറ്റ് ഉണ്ട്, എക്സസൈസ് ചെയ്യുന്ന ദിവസങ്ങളിൽ കഴിച്ചാലും ബെനിഫിറ്റ് ഉണ്ടെന്നാണ്. നിങ്ങൾ എക്സസൈസ് ചെയ്യാത്ത ദിവസങ്ങളിലോ എയറോബിക് എക്സസൈസ് മാത്രം ചെയ്യുന്ന ദിവസങ്ങളിലോ ക്രിയാറ്റിൻ കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയുന്ന തരത്തിലുള്ള സ്റ്റഡീസൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ആ സ്റ്റഡീസിലൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മസിലിൽ ക്രിയാറ്റിൻ്റെ ലെവല് ഫുള്ളായിരിക്കണം, സാച്ചുറേറ്റഡ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ മസിലുള്ള ക്രിയാറ്റിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തന്നെ ബെനിഫിറ്റ്സ് കിട്ടുന്നതും കുറയും. ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ്സ് അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും ക്രിയാറ്റിൻ കഴിക്കേണ്ടി വരും. ഇടയ്ക്ക് നിർത്തി കുറച്ച് മാസം കഴിക്കാതെ ഇരുന്ന് പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ച ലെവലിൽ ബെനിഫിറ്റ്സ് കിട്ടിയെന്ന് വരില്ല. അതായത് ക്രിയാറ്റിൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ട ഒരു സപ്ലിമെൻ്റ് ആണ്, സൈക്കിൾ ചെയ്ത് കഴിക്കേണ്ട ഒരു തരത്തിലുള്ള സപ്ലിമെൻ്റ് അല്ല. വേറെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് അക്യുമുലേറ്റഡ് ആണ്. അതായത് നിങ്ങളുടെ മസിലിലുള്ള ക്രിയാറ്റിൻ്റെ അളവിനനുസരിച്ച് മാത്രമേ ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ്സും നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എപ്പോഴാണോ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നത് നിർത്തുന്നത്, അതിനോടൊപ്പം തന്നെ ആ ബെനിഫിറ്റ്സ് നിൽക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന കൂടുതൽ എനർജി നിൽക്കും, നിങ്ങളുടെ മസിൽ ഗെയിൻസൊക്കെ നഷ്ടപ്പെടാൻ ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ക്രിയാറ്റിൻ്റെ അളവ് മസിലിൽ പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു ലോഡിംഗ് ഡോസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് നിങ്ങൾ ഒരു ദിവസം 30 ഗ്രാം വരെ ക്രിയാറ്റിൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മസിലിൽ എത്തുന്ന ക്രിയാറ്റിൻ പെട്ടെന്ന് തന്നെ അത് സാച്ചുറേറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ലോഡിംഗ് ഡോസിന് ശേഷം പിന്നീട് 5 ഗ്രാം കഴിച്ചാൽ മതി എന്നൊക്കെയായിരുന്നു മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ സാച്ചുറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ലോഡിംഗ് ഡോസ് കഴിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് തുടങ്ങുന്ന സമയത്ത് 3 ഗ്രാം വീതം തുടങ്ങാം, പിന്നീട് അത് 5 ഗ്രാമിലേക്ക് പോവാം. 5 ഗ്രാമിലും കൂടുതൽ കഴിക്കുന്നതിനെ കൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റഡീസും ഇനിയും നടത്തിയിട്ടില്ല. പക്ഷേ പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സിനും അത്ലറ്റ്സിനും ഒക്കെ വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർക്ക് വീണ്ടും നെഫ്രോളജിസ്റ്റിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ഹെൽപ്പ് വേണ്ടി വരും. കൃത്യമായിട്ടുള്ള മോണിറ്ററിംഗ് ഉറപ്പാക്കാൻ പറ്റുമെങ്കിൽ മാത്രം 5 ഗ്രാമിൽ കൂടുതൽ കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. 5 ഗ്രാമിലും കൂടുതൽ ക്രിയാറ്റിൻ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രിക് ഡിസ്കംഫേർട്ട് ഉണ്ടാവാം, ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവാം, ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ദഹനക്കേട് പോലത്തെ പ്രശ്നങ്ങളോ, നോസിയ, വോമിറ്റിംഗ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഡയറിയ ഉണ്ടാവാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അധികം ആൾക്കാർക്കും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ക്രിയാറ്റിൻ ലോഡിംഗ് ഡോസ് ഒന്നും കൊടുക്കാതിരിക്കുന്നത്. അതായത് 5 ഗ്രാമിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇനി എപ്പോഴാണ് ക്രിയാറ്റിൻ കഴിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടിന് മുമ്പേ ആണോ വർക്കൗട്ട് ചെയ്തതിന് ശേഷമാണോ? ഇത് കണ്ടുപിടിക്കാനും പലതരത്തിലുള്ള സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വർക്കൗട്ടിന് ശേഷം കഴിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന സമയം ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ക്രിയാറ്റിൻ കഴിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സമയം കഴിക്കുന്നു എന്നുള്ളതിനേക്കാളും ക്രിയാറ്റിൻ കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സസൈസ് എന്നുള്ള ഹാബിറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. സമയം നോക്കി കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബോഡിയിലും ക്രിയാറ്റിൻ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ പുറത്തുനിന്ന് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് എക്സോജനസ്ലി കഴിക്കുകയാണെങ്കിൽ, അതായത് ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് വാങ്ങിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ക്രിയാറ്റിൻ്റെ അളവ് കുറയും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മളുടെ മസിൽസിൻ്റെ അകത്തുള്ള ക്രിയാറ്റിൻ്റെ അളവ് കുറയുന്നു എന്നല്ല. അത് കുറയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ക്രിയാറ്റിൻ നിർത്താതെ കണ്ടിന്യൂസ്ലി കഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ എന്നാണോ ക്രിയാറ്റിൻ കഴിക്കുന്നത് നിർത്തി 1 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ പഴയ സിറ്റുവേഷനിലേക്ക് തിരിച്ചെത്തും. നിങ്ങൾ അത്രയും കാലം കഴിച്ച ക്രിയാറ്റിൻ വെറുതെയായി. നിങ്ങൾ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ക്രിയാറ്റിൻ്റെ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിയാറ്റിൻ സപ്ലിമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ളവർക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താതെ കഴിക്കാൻ പറ്റണം. നിർത്താതെ കഴിച്ചാലേ ഇതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ കൂടുമ്പോൾ ചില തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്ത് നോക്കേണ്ടി വരും. നിങ്ങൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളതും അഫോർഡബിളും ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. ലൈഫ് സ്പാൻ കൂട്ടാൻ പോലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള സപ്ലിമെൻ്റ് ആണ് ക്രിയാറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പുതിയ സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ക്രിയാറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ ഒരു ദിവസം എത്ര ക്രിയാറ്റിൻ കഴിക്കുന്നുണ്ട്? 3 ഗ്രാമാണോ 5 ഗ്രാമാണോ? നിങ്ങൾ ഏത് സമയത്താണ് ക്രിയാറ്റിൻ കഴിക്കുന്നത്? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളുടെ മറ്റു വ്യൂവേഴ്സിനും അത് ഹെൽപ്പ് ചെയ്യും. വേ പ്രോട്ടീനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. പലതരത്തിലുള്ള വിറ്റാമിൻസിനെയും സപ്ലിമെൻറ്റ്സിനെയും കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസും നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.